എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് തികച്ചും നേരിട്ട് നമ്മുടെ ഈ ഫീൽഡുമായി അത്ര റിലേറ്റഡ് അല്ലാത്തൊരു കാര്യത്തെക്കുറിച്ചാണ്. അതിന് ആസ്പദമായ ഒരു 3-4 കാര്യങ്ങൾ സമീപകാലത്ത് തന്നെ നമ്മൾ നേരിട്ടറിയുന്ന കുറച്ച് ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ടാണ് അതിനെക്കുറിച്ചൊന്ന് പറയാം എന്ന് വിചാരിച്ചത്. മെയിനായിട്ട് ഓൺലൈനിൽ നടക്കുന്ന തട്ടിപ്പുകളെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. സാധാരണയുള്ള ആളുകൾക്ക് വലിയ ടെക്നിക്കൽ സൈഡൊന്നുമല്ല നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് മാത്രമാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടും. അപ്പോൾ കാണുന്നവർ ആദ്യം തന്നെ ലൈക്ക് ചെയ്യുക. കൂടുതൽ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും പഠിച്ച് പറയാൻ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതാവുന്നതാണ്. ഒപ്പം തന്നെ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ നമ്മുടെ ചാനൽ ദ പ്രൊഫഷണൽ ബ്യൂട്ടി ടിപ്സ് ബൈ മിഡാസ് ലൈക്ക് ചെയ്തിട്ടില്ല നമ്മുടെ പേജെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഈ ഓൺലൈൻ തട്ടിപ്പുകൾ ഇപ്പോൾ പലരും ഇഷ്ടമാതിരി കേൾക്കുന്നുണ്ട്. അതിന് ആസ്പദമായ ഒരു സംഭവം എനിക്കെന്നെ നേരിട്ട് ഇന്നലെ ഉണ്ടായി. അതിലൊരു കേസ് എന്തോ ഒരു സംവിധാനവുമായി ബന്ധപ്പെട്ട് ഞാൻ OLX സെർച്ച് ചെയ്യുന്ന സമയത്ത് വളരെ അവിശ്വസനീയമായ വിലയ്ക്ക് കുറേ സാധനങ്ങൾ വിൽപ്പനയ്ക്കായി വെച്ചിട്ടുണ്ട്. അതിൽ കൊടുത്തിരിക്കുന്ന ശ്രീകാന്ത് എന്നാണ്. അദ്ദേഹം നമ്മുടെ കൊച്ചിൻ സിയാലിലെ CASF ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹവുമായി ബന്ധപ്പെടാനായിട്ടുള്ളൊരു നമ്പറും കൊടുത്തിട്ടുണ്ട്. പുള്ളി ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോകുന്നത് കാരണം കൊണ്ട് ഇവിടുന്ന് പെട്ടെന്ന് ഈ മെറ്റീരിയൽസ് അവരുടെ ഹൗസ് ഹോൾഡിങ്സ് ഒന്നും മാറ്റാൻ കഴിയുന്നില്ല. അതുകൊണ്ട് വെറും ചീപ്പായ വിലയ്ക്ക് സാധനങ്ങൾ കൊടുത്തിട്ട് പോവുകയാണ്. പ്രത്യേകം അദ്ദേഹം അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യം വളരെ വിശ്വാസപരമായ രീതിയിൽ ഒരു കാരണവശാലും ഞങ്ങളുടെ ക്വാർട്ടേഴ്സിലേക്ക് പുറത്തുനിന്നുള്ള ആളുകൾ പ്രവേശിപ്പിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണാനുള്ള സൗകര്യം ഉണ്ടായിരിക്കില്ല. നിങ്ങൾ അക്കൗണ്ട് വഴിയായിരിക്കണം പേ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിലൊരു വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞ നമ്പർ കൊടുത്തിട്ടുണ്ട്. വെറുതെ എന്താ പറയുക, അതത്ര ഒരു വിശ്വാസയോഗ്യമല്ല എന്ന് തോന്നിയത് കൊണ്ട് അതൊന്ന് പിന്തുടരാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന് ഞാൻ വേഗം മെസ്സേജ് ചെയ്തതിന് തൊട്ട് പുറകെ തന്നെ ആൾ എനിക്ക് ഐറ്റംസ് കംപ്ലീറ്റ്, അതായത് കൂടുതൽ ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഐറ്റംസ് കംപ്ലീറ്റ് നമുക്ക് ഇട്ട് തന്നു. ഐറ്റംസ് കംപ്ലീറ്റ് ഇട്ട് തന്നു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞിരിക്കുന്ന ആ ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ഐറ്റംസും അതിലുണ്ട്. പക്ഷേ എനിക്ക് ആ പിക്ചേഴ്സ് പെട്ടെന്ന് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ട് അദ്ദേഹത്തോട് വീണ്ടും ചോദിച്ചു, ഇത് എങ്ങനെയാണ് നമ്മൾക്കിപ്പോൾ നേരിട്ടൊന്ന് കാണാതെ ഞാൻ എങ്ങനെയാണ് പേയ്മെൻറ്റ് തരികയെന്ന് വെച്ചപ്പോൾ തന്നെ അദ്ദേഹം വാട്സപ്പിൽ എനിക്ക് കോൾ ചെയ്തിട്ട് സംസാരിച്ചു. വളരെ നല്ല ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം മതി, കാരണം എൻ്റെ ക്വാർട്ടേഴ്സിൽ ആർക്കും കിടക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ടോളൂ, ഞാൻ നിങ്ങൾക്ക് വിശ്വാസമാവാൻ വേണ്ടിയിട്ട് ഒരു ID കാർഡ് അയച്ചു തരാമെന്ന് പറഞ്ഞ് ആ സംഭാഷണം അവിടെ കട്ട് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ എടുത്തിട്ട് നമുക്ക് ഗൂഗിളിൽ ഇമേജസ് സെർച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഗൂഗിൾ എടുത്തു, ഇമേജ് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാവുന്ന ഞാൻ ഇതിലൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ അറിയാം. നമ്മൾ അദ്ദേഹവുമായി സംസാരിക്കുന്നു. ഒരു പോലീസ് ഓഫീസർ, ഒരു CASF ഉദ്യോഗസ്ഥൻ്റെ ഫോട്ടോയാണ്. ഇദ്ദേഹം തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമാണ്, ശരിക്കും അറിയില്ല. അതിനുശേഷം ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒത്തിരി ഐറ്റംസ് നമുക്ക് ഇട്ട് തന്നു. ദെൻ ഞാൻ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ തന്നെ എനിക്ക് ഇതിട്ട് തന്നു. ഇതിട്ട് തരുന്നതിന് മുന്നേ തന്നെ ഞാൻ ഗൂഗിളിൽ മൊത്തം സെർച്ച് ചെയ്തിരുന്നു. ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അതെ, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ തന്നെ ഞാൻ ഗൂഗിളിൽ ഇവർ തന്ന പിക്ചർ കൊടുത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്തരത്തിൽ സെയിം ആയിട്ടുള്ള ഒത്തിരി പിക്ചറുകൾ OLX സെയിം സംഭവം തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹം ID കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു ID കാർഡ് തന്നു. കാണിച്ചത് നല്ലൊരു റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്. പക്ഷേ എനിക്ക് അയച്ച ID കാർഡിൽ കോൺസ്റ്റബിൾ GD എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടാണെന്നുള്ളത് മനസ്സിലായി. ഞാൻ വെറുതെ അദ്ദേഹത്തോട് പറഞ്ഞു, ഓക്കെ, ഞാനിപ്പോൾ തൽക്കാലം ഒരു അഡ്വാൻസ് പേയ്മെൻറ്റ് നൽകാം, രാവിലെ തന്നെ ബാങ്കിൽ നിങ്ങളതിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും അയച്ചോളൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അപ്പോൾ തന്നെ എനിക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കാണിച്ചു തരാം. ഇത് കേട്ടോ, അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചോളാൻ പറഞ്ഞു. അപ്പോൾ തന്നെ എൻ്റെ ഡീറ്റെയിൽസ് അയച്ചു. അതിൻ്റെ കൂടെ ഒരു Paytm വഴി പേ ചെയ്യാനുള്ള ഒരു ATM അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും അയച്ചു. അപ്പോൾ ആക്ച്വലി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ലാത്ത ഒരാളാണെങ്കിൽ വേറെ മുടക്കൊന്നുമില്ല, അറ്റ്ലീസ്റ്റ് ഒരു 2000 രൂപയെങ്കിലും ഇട്ട് കൊടുത്ത് ഒരു അഡ്വാൻസ് എന്നുള്ള രീതിയിലായി ബാക്കി കാണാമെന്ന് പറഞ്ഞാൽ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പോൾ ഇതേ വ്യക്തി തന്നെയാണ് OLX ഒട്ടനവധി അഡ്വർടൈസ്മെൻറ്റ് ഇട്ടേക്കുന്നത്.
അപ്പോൾ ഇതൊരു തട്ടിപ്പിൻ്റെ ഒരു ചെറിയ എന്താ പറയുക, ചെറിയ അത്ര ടെക്നിക്കലി ഉള്ള തട്ടിപ്പുകളൊന്നുമല്ല. അതിനെക്കുറിച്ചല്ല ഞാനീ പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ പറയാൻ എനിക്ക് തോന്നാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ബ്യൂട്ടി മേഖലയിലുള്ളവർ, അതുപോലെ നമ്മുടെ ഈ ബ്യൂട്ടി മേഖലയിലെ സെയിൽസിലുള്ളവർ സമാനമായ ഒരു തട്ടിപ്പിന് ഈ സമീപ ദിവസങ്ങളിൽ തന്നെ ഇടയായിട്ടുണ്ട്. അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾക്ക് 15 ലക്ഷം രൂപ ലോൺ എലിജിബിളാണ്, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഡീറ്റെയിൽസ് അയച്ചു കഴിഞ്ഞാൽ ക്യാഷ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും, അതിന് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ മേടിച്ചു. അതിനുശേഷം ഡോക്യുമെൻറ്റിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് 5000 രൂപ അവർ പറഞ്ഞ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുക്കാൻ പറഞ്ഞു. ഇട്ടുകൊടുത്തു. ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു മെസ്സേജ് വരുന്നു, 15 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ആ പൈസ അപ്പോൾ അവർ അക്കൗണ്ട് ചെക്ക് ചെയ്തിട്ട് ഈ ഒരു ലേഡിയാണ് തിരിച്ചവർ വിളിച്ചു പറഞ്ഞു ക്യാഷ് ക്രെഡിറ്റ് ആയിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് ക്യാഷ് ക്രെഡിറ്റ് ആവും, പക്ഷേ അതിന് വേണ്ടിയിട്ട് GST അടയ്ക്കുന്നതിലേക്കായിട്ട് 25000 രൂപ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ അക്കൗണ്ടിലേക്ക് അടച്ചു കഴിഞ്ഞാൽ ക്യാഷ് അപ്പോൾ തന്നെ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞു. സത്യത്തിൽ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു. അപ്പോൾ തന്നെ ഞാൻ അവരോട് കാര്യങ്ങൾ പറഞ്ഞു. അവരോട് അപ്പോൾ തന്നെ പൈസ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞതോടെ അവരുടെ സ്വഭാവം മാറി. ഈ ലേഡിയെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. കണ്ടാൽ വിശ്വസനീയമെന്ന് തോന്നുന്ന രീതിയിലുള്ള ഇടപെടലുകളാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ പോയി പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇത് ഒട്ടനവധി കഥകൾ ഇങ്ങനെയുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാഷ് അങ്ങോട്ട് കൊടുത്തുകൊണ്ട് ഇങ്ങോട്ട് കൂടുതൽ കിട്ടുമെന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് നിങ്ങൾ ഒരു കാരണവശാലും ഇറങ്ങി പുറപ്പെടരുത്. ഇത് ഞാനിപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ മേഖലയിൽ ഒത്തിരി ആളുകൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളിൽ പോയി പെട്ടു എന്ന് എൻ്റെ അടുത്ത് പലതവണ പറഞ്ഞതുകൊണ്ട് ഇത് കുറേ ആളുകൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ ആവട്ടെ എന്നുള്ളത് കൊണ്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. അതുപോലെ തന്നെ വേറൊരു ഇതാണ്, ഓൺലൈനിൽ ഡ്രസ്സ് കണ്ടു. 14000 രൂപയുടെ ഡ്രസ്സ് അദ്ദേഹം പർച്ചേസ് ചെയ്തു. ഓർഡർ കൊടുത്തു സാധനം വന്നില്ല. ആർക്കാ എവിടെന്നാ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയില്ലാത്തതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ വിശ്വാസയോഗ്യമായ സൈറ്റുകളിൽ നിന്നേ പർച്ചേസ് ചെയ്യാവൂ. അതിൽ തന്നെ ഇപ്പോൾ 2019 ഞാനിപ്പോൾ ഒരു ന്യൂസ് വായിച്ചിട്ടിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഓൺലൈൻ സൈറ്റിൽ 2019 ടൈംസ് ഓഫ് ഇന്ത്യയിൽ റിപ്പോർട്ട് വന്നിരിക്കുന്നു. ബെല്ലിസ ഇറ്റാലിയ എന്ന് പറഞ്ഞ കമ്പനിയുടെ 2018 ലൈസൻസ് എക്സ്പയർ ആയതാണ്. അതായത് ആ കമ്പനി പിന്നെ ഇവിടെ മാനുഫാക്ചറിങ്ങിനുള്ള ലൈസൻസ് കൊടുത്തിട്ടില്ല. പക്ഷേ അതേ പേരിൽ സമീപകാലങ്ങളിൽ വരെ ആ പേരിൽ ആ കോസ്മെറ്റിക്സ് വിറ്റിരുന്നു. ഇവിടെ ലോക്കൽ ഉണ്ടാക്കിയിട്ടെന്നാണ്, ഇന്ത്യയിൽ ലോക്കൽ നിർമ്മിച്ച് വിറ്റിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഫുഡ് ആൻഡ് ഡ്രഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നടത്തിയ റെയ്ഡിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടത്. അതുകൂടാതെ സമീപകാലങ്ങളിൽ ബ്യൂട്ടി മേഖലയിൽ തന്നെ പറയുകയാണെങ്കിൽ അത്തരത്തിൽ ഒട്ടനവധി തട്ടിപ്പുകൾ പലരും, ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും കുറഞ്ഞൊരു ഉദാഹരണമാണ് ഷാനാസ് ഹുസൈൻ്റെ ഫേഷ്യൽ കിറ്റ് 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 4 എണ്ണം കിട്ടും. ആളുകൾക്ക് നോക്കുമ്പോൾ വളരെ ലാഭകരമാണല്ലോ. കാരണം നമ്മുടെ അടുത്തുനിന്ന് മേടിക്കുമ്പോൾ 1010 രൂപയുടെ സാധനത്തിന് 800 രൂപയോളം കൊടുക്കേണ്ടി വരും. അവിടെയാണെങ്കിൽ 1000 രൂപയ്ക്ക് 4 എണ്ണം കിട്ടും. അപ്പോൾ വളരെ ലാഭകരമാണല്ലോ എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കാശ് കളഞ്ഞ പലരുമുണ്ട്. പലരും ഷാനാസ് ഹുസൈൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് വേണമെന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട്. 1-2 പഞ്ചാബിൽ നിന്നും ബോംബെയിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇത് ബ്യൂട്ടി പ്രോഡക്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്ത് സംഭവമാണെങ്കിലും ക്യാഷ് അങ്ങോട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് വലിയൊരു പ്രതിഫലം കിട്ടുന്ന ഒരു സംവിധാനത്തിന് ആരും നിൽക്കില്ല. നമ്മളെപ്പോലെ തന്നെ കാശിന് വാല്യൂ കൽപ്പിക്കുന്നവരാണ് ഓപ്പോസിറ്റ് ഉള്ളവർ. അപ്പോൾ അതുകൊണ്ട് കൊടുക്കുന്ന പൈസയ്ക്ക് ഉള്ള സർവീസിലുപരി ഇപ്പോൾ പലപ്പോഴും നമ്മൾ തന്നെ ഇവിടെ കേൾക്കുന്ന ഒരു കാര്യമാണ്, എക്സ്ട്രാ ഡിസ്കൗണ്ട് ഇല്ലേ? നമ്മൾ എത്ര ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ചില ആളുകൾ ചോദിക്കും എക്സ്ട്രാ ഡിസ്കൗണ്ട് ഇല്ലേ? എങ്ങനെയാണ് എക്സ്ട്രാ ഡിസ്കൗണ്ട് തരാൻ കഴിയുക? നമ്മൾ 8 അല്ലെങ്കിൽ 10% ലാഭം എടുത്തിട്ടൊരു കച്ചവടം ചെയ്യുമ്പോൾ ആ തരത്തിലേക്ക് നമ്മൾ എത്രയും മാക്സിമം കൊടുത്തു കഴിഞ്ഞാൽ ചിലർ ചോദിക്കും ഒന്നിനൊന്ന് ഫ്രീ ഇല്ലേ? അങ്ങനെ ഒരു വാല്യൂ നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുക. നിങ്ങൾ പാർലർ നടത്തുന്നു. നിങ്ങൾ പാർലർ നടത്തിയിട്ട് 500 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട് നിങ്ങൾ 100 രൂപയ്ക്ക് ആരെങ്കിലും സർവീസ് ചെയ്യുമോ? ഉറപ്പായിട്ടും ചെയ്യില്ല. ഒരു പക്ഷേ 500 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്തിട്ട് 500 രൂപയുടെ സർവീസ് ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ തിരക്ക് കുറവാണ് അങ്ങനെ എന്തെങ്കിലും ഒരു ഓഫർ ഇട്ടിട്ട് ആ പ്രൊഡക്റ്റ് മൂവ് ചെയ്യും, നിങ്ങൾക്ക് കുറച്ച് കസ്റ്റമർ ബാക്കപ്പ് ഉണ്ടാവും. ഇതിനൊക്കെ വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്നല്ലാതെ 500 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്തിട്ട് നിങ്ങൾ 100 രൂപയ്ക്ക് ഒരു സർവീസ് കൊടുക്കുമോ? അതേ മൈൻഡ് തന്നെയായിരിക്കണം നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ. ഓൺലൈനിലായാലും ഓഫ്ലൈനിലായാലും പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. മറ്റൊന്ന്, പലരും ആപ്പ് യൂസ് ചെയ്യുന്നവരാണ്.
ഒരു കാരണവശാലും ആപ്പുകൾ യൂസ് ചെയ്യുമ്പോൾ പുറമേ നിന്ന് നമ്മൾ ഉപയോഗിക്കുന്നവർക്കറിയാം, ഗൂഗിളിൽ കയറിയിട്ട് ഇന്ന ആപ്പെന്ന് സെർച്ച് ചെയ്ത് നോക്കരുത്. നിർബന്ധമായും പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. കാരണം പ്ലേ സ്റ്റോറിൽ വരുന്ന ആപ്പ് ഗൂഗിൾ വ്യക്തമായി അതിൻ്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ പബ്ലിഷ് ചെയ്തോളൂ. അത് നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്, ഒരു കാരണവശാലും ഓൺലൈൻ ബാങ്കിങ് സംവിധാനങ്ങൾ നടത്തുന്ന ആളുകളാണെങ്കിൽ ഏത് വെബ്സൈറ്റാണ് ബാങ്കിൻ്റെ എന്നുള്ളത് വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് ആ വെബ്സൈറ്റിൽ അടിച്ചു കൊടുത്തിട്ടേ ഗൂഗിളിൽ കയറാവുള്ളൂ. അല്ലാതെ ആദ്യം തന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ SBIയോ അങ്ങനെയുള്ള ഏതെങ്കിലും ബാങ്കുകളുടെ ഓൺലൈൻ പേയ്മെൻറ്റിൽ നിന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംമാതിരി ലിങ്ക് വരും. അതിലേക്ക് സപ്പോസ് നിങ്ങൾ തെറ്റി കയറി നിങ്ങളുടെ പാസ്വേഡും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഈ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത ആളുകൾക്ക് അതിൻ്റെ ടെക്നിക്കൽ സൈഡിൽ നിന്ന് നിങ്ങളുടെ പാസ്വേഡും കാര്യങ്ങളെല്ലാം കിട്ടുന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്കൊന്നും അത്ര വിപുലമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെയേറെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ OTP, ഇമെയിൽ സംവിധാനങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ കൺഫർമേഷൻ കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊന്ന്, കോസ്മെറ്റിക്സ് ബ്യൂട്ടി മേഖലയിൽ ഇത്തരത്തിലുള്ള ഒട്ടനവധി കേസുകൾ ഞാൻ കേട്ടിട്ടുണ്ട്, പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നതിന് ഞങ്ങളെതിരല്ല. ഒരുപക്ഷെ ഞങ്ങളെക്കാളും വില കുറച്ച് കിട്ടുമെന്ന് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് നിങ്ങൾ മേടിക്കുന്നവരുണ്ടാവാം. പിന്നെ ചില പ്രോഡക്റ്റുകൾ ഓൺലൈനിൽ മാത്രം കിട്ടുന്നതായ പ്രോഡക്റ്റുകൾ ഉണ്ടാവാം. അതിനെ പ്രൊമോട്ട് ചെയ്യുന്നൊരു സംവിധാനം ഓൺലൈൻ മേഖലയിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിരിക്കെ കുറച്ച് നിങ്ങളുടെ ബുദ്ധി കൂടി ഉപയോഗിച്ചിട്ട് വേണം ഇത്തരം മേഖലകളിൽ ഇടപെടാനായിട്ട്. ഒട്ടനവധി ആളുകളുടെ കാശുകൾ പോയി, ഒട്ടനവധി ആളുകൾക്ക് ക്യാഷ് നഷ്ടപ്പെട്ടുവെന്ന് നമ്മളോട് പലപ്പോഴായി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഒരു പരസ്യം ഇങ്ങനെ കണ്ടപ്പോൾ അതിനെക്കുറിച്ചുകൂടി എനിക്ക് നിങ്ങളോടൊന്ന് അത് കൺവേ ചെയ്യണം, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറയാൻ തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഓൺലൈനിൽ നിങ്ങൾ നടത്തുന്ന സാമ്പത്തിക ഇടപാടുകൾ, പ്രത്യേകിച്ചും അവിശ്വസനീയമായ രീതിയിൽ കാണുന്ന എന്ത് ഇടപാടാണെങ്കിലും അതിൽ നമ്മളുടെ യുക്തി അപ്ലൈ ചെയ്യാത്ത എന്ത് ഒരു ഓഫറാണെങ്കിലും ഉറപ്പായിട്ട് നിങ്ങളതിനെ 2 പ്രാവശ്യം ചിന്തിച്ചിട്ട് ഇറങ്ങി പുറപ്പെടാവുള്ളൂ. പിന്നെ ഞാൻ മൊത്തത്തിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്മെറ്റിക്സിൻ്റെ കാര്യത്തിൽ നിങ്ങളറിയുന്ന അല്ലെങ്കിൽ നമ്മളുടെ ഇടയിൽ ഒരു ബ്രാൻഡഡായിട്ടുള്ള ഓൺലൈൻ സൈറ്റുകൾ മാത്രം വിശ്വസിക്കുക. അല്ലെങ്കിൽ ക്യാഷ് പോയ ഇഷ്ടമാതിരി കാര്യങ്ങളുണ്ടാവും. ഈ സമീപത്ത് തന്നെ ഒട്ടനവധി വാർത്തകൾ നിങ്ങൾക്ക് കേട്ടതുണ്ടാവും. അതൊന്നും ഞാനിപ്പോൾ പ്രത്യേകം പറയുന്നില്ല. അപ്പോൾ എപ്പോഴും വിശ്വസനീയമായ ഓൺലൈൻ സൈറ്റുകൾ മാത്രം നിങ്ങൾ വിശ്വാസത്തിലെടുക്കുക. പിന്നെ എനിക്ക് മനസ്സിലായിടത്തോളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിൽ ഒരു പ്രത്യേക പ്രൊമോഷൻ്റെ ആഭിമുഖ്യത്തിൽ കാണപ്പെടുന്ന ഏത് ബ്രാൻഡുകളെക്കാളും ഏറ്റവും നല്ല ഓൺലൈനിൽ കാണപ്പെടുന്ന പ്രൊമോട്ട് ചെയ്യുന്ന ഓൺലൈനുകളിൽ മാത്രം കാണപ്പെടുന്ന ഏതൊരു ബ്രാൻഡ് പ്രോഡക്റ്റുകളെക്കാളും ഏറ്റവും നല്ല, ഏറ്റവും റിസൾട്ട് കിട്ടുന്ന, ഏറ്റവും നിങ്ങൾക്ക് അഫോർഡബിളായ പ്രോഡക്റ്റുകളാണ് നമ്മളുടെ ബ്യൂട്ടി ഫീൽഡിൽ കമ്പനികളുടേതായി ഉപയോഗിക്കുന്നത്, ബ്രാൻഡഡ് സാധനങ്ങൾ. അതുകൊണ്ട് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല, പർച്ചേസ് ചെയ്യുക, അത് നിങ്ങളുടെ അവകാശമാണ്, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ എപ്പോഴും ഒരു ജെന്യുവനായ വെബ്സൈറ്റുകളിൽ നിന്ന് മാത്രം, ഓൺലൈൻ സ്റ്റോറുകളിൽ നിന്ന് മാത്രം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ തൽക്കാലം ഇന്ന് ബ്യൂട്ടി റിലേറ്റഡ് അത്ര റിലേറ്റഡ് അല്ലാത്ത, നമ്മളുടെ പ്രൊഫഷനുമായി അത്ര റിലേറ്റഡ് അല്ല, ആ ഒരു കാര്യം പങ്കുവയ്ക്കാനാണ് ഞാനിന്ന് ഉദ്ദേശിച്ചത്. ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം. ഒരു ദിവസത്തേക്ക് നമസ്കാരം.